അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു എന്നും പറയുന്നു. അപ്പോൾ നോമ്പ് കഴിയാറായി. ഇന്നിപ്പോൾ 25ാമത്തെ നോമ്പ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണല്ലേ നോമ്പൊക്കെ കഴിഞ്ഞു പോകുന്നത്. എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ റമദാനിൽ വിചാരിച്ചിരുന്നത് ആ റമദാനാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് പോയിട്ട ഒരു റമദാൻ എന്ന് വിചാരിച്ചു. പക്ഷെ അത് തെറ്റി. ഈ റമദാനാണ് ഏറ്റവും ഫാസ്റ്റിലായിട്ട് പോയത്. കണ്ണടച്ച് തുറക്കും മുമ്പേ അത്രയ്ക്കുമുള്ള ഒരു വേഗതയിലാണ് നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് സമയങ്ങളൊക്കെ പോകും എന്നുള്ളത്. അതാണിപ്പോൾ നടക്കുന്നത്. എത്ര പെട്ടെന്നാണ് 25, ഇന്ന് ഞായർ 25ആയി. ഇനിയിപ്പോൾ ഒരു 5 നോമ്പ് അല്ലെങ്കിൽ ഒരു 4 നോമ്പ് ഇതായിരിക്കും. അത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പെരുന്നാളായിരിക്കും. പിറ കാണുവാണെങ്കിൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. പിറ കണ്ടില്ലെങ്കിൽ 30 നോമ്പ് പിടിച്ച് ശനിയാഴ്ച പെരുന്നാളായിരിക്കും. അപ്പോൾ എല്ലാ നോമ്പും നിങ്ങൾ പിടിച്ചാ? നോമ്പുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഫ്താറും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? നോമ്പ് തുറയ്ക്ക് എന്തൊക്കെ വിഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? നമ്മളെ വീട്ടിൽ ഒരു കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇറച്ചിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നോർമൽ ഫുഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പള്ളിയിൽ പോയാണ് നോമ്പ് മുറിക്കുന്നത് കൂടുതലും. വീട്ടിലും വരാറുണ്ട്. കാരണം ഞാൻ പള്ളിയിൽ അവിടുത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് അവിടെ നിന്നാണ് നോമ്പ് കുറിച്ചിട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ നോമ്പ് കുറിക്കാറുമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് റാഹത്തിലായിട്ട് തന്നെയാണ് നോമ്പ് പോകുന്നത്. പക്ഷേ പെട്ടെന്ന് തീരുന്നു നോമ്പ്, പെട്ടെന്ന് തീരാൻ പോകുന്നു നോമ്പ് എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അപ്പോൾ ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ എഴുത്തിക്കാഫൊക്കെ വരികയാണ്. അപ്പോൾ നമ്മൾ എഴുത്തിക്കാഫിന് പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസിനും സമയം കണ്ടെത്താൻ നോക്കുന്നുണ്ട്. വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളെ ലൈക്കിനും നിങ്ങളെ കമൻറ്റിനും നിങ്ങളെ ഷെയറിനും നിങ്ങളെ സബ്സ്ക്രൈബിനും നിങ്ങളെ ഫോളോവിനും നിങ്ങളെ എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നോമ്പിന് നല്ല ചൂടുണ്ട്. പുറത്തൊക്കെ നല്ല ചൂടാണ്. ഇപ്പോൾ ഈ ഉച്ച സമയം വരെ ഭയങ്കര ചൂടാണ്. ഞാൻ ഈ കണ്ണിൽ വെയിലടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൺഗ്ലാസ് വരെ ഇട്ടിരുന്ന. നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിന് നിങ്ങളുടെ പ്ലാൻ എന്താണ്? പെരുന്നാളിന് നിങ്ങളുടെ പ്ലാൻ എന്താണ്? എൻ്റെ പ്ലാൻ രാവിലെ നോർമൽ പ്ലാൻ തന്നെയാണ്. അൽഹംദുലില്ലാ, രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് പള്ളിയിലൊക്കെ പോയി താത്താൻ്റെ ഇക്കാൻ്റെ വീട്ടിലൊക്കെ പോയി പിള്ളേരൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ജും ചെന്നിരിക്കണം. നിങ്ങളെ പ്ലാൻ എന്താണ്? അത് എനിക്ക് കേൾക്കണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്ലാൻ എന്താണ് പെരുന്നാളിന്? നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ട്രിപ്പിംഗ് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാവട്ടെ. അപ്പോൾ നിങ്ങളെ ഇന്ന് ഇഫ്താറിനൊക്കെ എന്താണ് വീട്ടിൽ? അപ്പോൾ എങ്ങനെയുണ്ട് നോമ്പുകളൊക്കെ? അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ ടൈപ്പ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊരു ലൈവ് ചെയ്യാമെന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങളോട് ചോദിക്കുവാണ്. നിങ്ങളത് കമൻറ്റ് ചെയ്തേക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നോമ്പുകളും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഈ നോമ്പ് സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് പോയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നോമ്പിന് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് തന്നെയാണ്. കാരണം ഇത്രയും ചൂടിൽ അവർ ഈ സർവൈവ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം തന്നെ എനിക്ക് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ നോമ്പിന് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചൂട് കൊണ്ടായിരിക്കാം. എന്തായാലും എല്ലാം റാഹത്തായിട്ട് പോകുന്നു. എല്ലാം റാഹത്തായിട്ട് പോട്ടെ എന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് തന്നെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തിരിച്ചും നിങ്ങളുടെ സപ്പോർട്ടുകളും കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ഫോളോ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഒന്നിനും മറക്കണ്ട. ബൈ.